കലാസ്നേഹികളെ, ഇടവകയിലെ യുവജനങ്ങൾ നിങ്ങൾക്കായി അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു. വെഞ്ചിരിപ്പ്. ഇന്നെന്താണാവോ പത്രത്തില്? വള്ളിവട്ടം പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുനേർച്ച. വല്ല സാമ്പാറും ചോറങ്ങാനായിരിക്കും. അതിനേക്കാൾ ഭേദം നമ്മുടെ ശോശാമ്മയുടെ ചോറും കറിയ. ഊട്ടുനേർച്ചയ്ക്ക് ബീഫും കായും. ഇത് കൊള്ളാം. എടി ശോശാമേ, ശോശാമേ. ഓ, എന്താ മനുഷ്യ? എടി മോളെ, നിനക്കല്ലേ പരാതി ഞാൻ പുറത്തൊന്നും കൊണ്ടുപോകാറില്ല. അത് അടുത്ത ആഴ്ചയെ വീട്ടിലെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് ഫുഡില്ലേ, പുറത്തുനിന്ന് കഴിക്കാം. പിന്നെ കുറച്ച് കവർ എടുത്തോ, വൈകുന്നേരത്തേക്കുള്ളതില്ലേ നമുക്ക് പൊതിഞ്ഞങ്ങോട്ട് എടുക്കാം. എന്റെ പൊന്നു തന്തേ, നിങ്ങളൊക്കെ ഒരു തന്തയാണോ? നിന്റെ ഒക്കെ അല്ലടാ തന്ത. അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷ മതി. നിന്നൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇതാരാ? ബെൻകുട്ടനാ? എടാ ബെൻകുട്ടാ, ബെൻകുട്ടാ. പോട്ടനെ ചെവി നോക്കിയില്ലേ? എടാ ബെൻകുട്ടാ. എന്താണ് ബ്രോ? ബ്രോയാ? എടാ ഞാൻ നിന്റെ തന്തയാടാ. ഹേ ഡാഡ്, പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പൊ എന്റെ പൊന്നും അറിഞ്ഞില്ലേ? അപ്പനിപ്പൊ ബിസിനസ് ഒന്നും ഇല്ലേ? ഓഹ്, കൾച്ചർലെസ് ഡാഡ്. പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചതിന്റെ ഗുണം കാണിക്കണ്ട്. ഹേ ബേബ്, ഐ ഫീൽ സോ സ്ലീപ്പി. കോൾ യു ലേറ്റർ. ഗുഡ് നൈറ്റ്. നീ എന്താടാ ഫോൺ തിന്ന? നീ ഡാഡിന് ഇതുവരെ ഒരു ഉമ്മ തന്നിട്ടില്ലല്ലോ. ഗുഡ് നൈറ്റ് ഡാഡ്. ഗുഡ് നൈറ്റാ? ഇപ്പൊ തന്നെയല്ലേ നേരം വെളുത്തുള്ളൂ. ഇവന്മാരൊക്കെ ഉറങ്ങണത് ഒരു സമയത്ത്, ഓണരുന്നത് വേറൊരു സമയത്ത്. അപ്പ എനിക്കൊരു 500 രൂപ തന്നേ. 500 രൂപയാ? അത് നിനക്ക് 500 രൂപ? എനിക്ക് ബെത്ത് വാങ്ങാനാ. എടാ നീയല്ലേ കഴിഞ്ഞ ആഴ്ച സ്റ്റാമ്പ് എന്തോ വാങ്ങിക്കുന്നോണ്ട് നീ എന്റെ പൈസ വാങ്ങിച്ചു പോയത്. ഇനി നിനക്ക് പൈസ തരുന്ന പ്രശ്നമില്ല. അപ്പ അവൻ ചോദിച്ച പൈസ മലക്ക് കൊടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അവൻ തട്ടിപ്പെട്ടിയിലാക്കും. ഇപ്പോഴത്തെ പിള്ളേരെ അറിയാലോ. എടാ മോനെ, നീ മെത്തിയോ കിടക്കോ എന്താന്ന് വെച്ചോ വാങ്ങിക്കോ. എന്നാ പിടിച്ചോ. എന്റെ കർത്താവേ, കന്യാസ്ത്രീ ആവാൻ ഒരുങ്ങി വെച്ച കൊച്ച. ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഹലോ ഗായ്സ്, ഇനി നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ശേ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ വയ്ക്കാ. ഡീ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ഫോണൊന്ന് പിടിച്ചേ. എനിക്കിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. ഉള്ളതിൽ കൊള്ളാവുന്നൊരു കൊച്ചത്, അതും പോയിപ്പോ. ഹലോ ഗായ്സ്, ഇതാണ് എന്റെ ഫാദർ. ഹീസ് എ വൈബ് തന്ത. ഹായ് ഡേഡ്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇങ്ങനെ ഓരോന്നിനുണ്ടാക്കി എന്നെ പറഞ്ഞാ മതിയില്ല. എനിക്കിത് ആലോചിച്ചിട്ട് തലഭ്രാന്ത് പിടിച്ചിട്ട് പോയ. ആ ശോശാമ്മോട് ഒരു ചായ ചോദിച്ചിട്ട് കുറെ നേരമായില്ല. ഇവൾക്ക് അവിടെ എന്തിട്ട് ഇത്ര വരുത്ത് പണി? എടി ശോശാമ്മേ, എടി ശോശാമ്മേ, കുറെ നേരമായില്ലൂടെ നിന്നോട് ചായ ചോദിച്ചിട്ട് ഒരു ചായ കൊണ്ട് പാടി. എന്തോ എങ്ങനെ? അല്ല, ഒരു ചായ ചോദിച്ചിട്ട് കുറച്ച് നേരമായി. ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ മര്യാദക്ക് പറ. ഞാനിവിടെ നിങ്ങളെ പോലെ ചൊറിയും കുത്തിയിരിക്കല്ല. നിങ്ങളടക്കേ 7 എണ്ണത്തിന് തീറ്റി പോറ്റണം. പോരാത്തതിന് നിങ്ങളുടെ തള്ളയ്ക്കാണെങ്കിൽ 6 നേരം തിന്നാലും മതിയാവില്ല. അതെ, എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം.
ഓ അതിന് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ മനുഷ്യ? കാശില്ലല്ലോ. ഇതിന് കഞ്ഞിവെള്ളം കിട്ടോ? ആ കഞ്ഞിയാകുമ്പോ തരാം. ആ അതെ, ഞാൻ ഇപ്പോഴൊരു കാര്യം ആലോചിച്ചേ. നമ്മുടെ ഇടവകയിലെ പുതിയ അച്ഛൻ വന്നിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ വീട് വെഞ്ചരിക്കാൻ വന്ന ദിവസം. വരട്ടെ. ഈ ഇടവകയില് വെഞ്ചരിക്കാൻ പറ്റിയ ബെസ്റ്റ് വീട് നമ്മുടെ വീടാ. കാരണം ഇവിടെ ഉണ്ട് എല്ലാ സാധന്മാരും. അതെ, മക്കളോടൊക്കെ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നേ നമ്മുടെ വികാരി അച്ഛനെ വീട്ടിൽ വെഞ്ചരിക്കാൻ വന്ന ദിവസാ. വെറുതെ അച്ഛനെ കൊണ്ട് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. പറയണ കേട്ടാ കുടുംബത്തിനിപ്പോ നല്ല പേരാണ്. അമ്മേ, നമ്മുടെ ബൈബിളൊക്കെ എവിടെയാ? അല്ലെങ്കിൽ ബൈബിളൊക്കെ എന്റെ അമ്മയുടെ റൂമിലാകും ഉണ്ടാകുക. എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോണേ. ഇതെന്തത് ദേവലോകത്ത് വന്ന മാലാകിയ? എന്റെ പൊന്നമ്മേ, അമ്മോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 100 തവണ ഇവിടെ റൂമിൽ ഇരുന്ന് ബീഡി വലിക്കരുത്. അമ്മേനെ കണ്ടിട്ടാണ് ഈ പിള്ളേര് മൊത്തം ചീത്തയാവണത്. അല്ലാതെ നിന്നെയും നിന്റെ കെട്ടിയോളെയും കണ്ടിട്ടല്ല. പറഞ്ഞിക്കാൻ നേരമൊന്നുമില്ല. അച്ഛൻ ഇപ്പം എത്തും. നിങ്ങളെല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്ത് വേഗം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ടിൻ ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ടിൻ ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. അയ്യോ, എടാ ഓടണ്ട. അത് പോലീസൊന്നല്ല, നമ്മുടെ വികാരിയച്ഛനാ. അച്ഛാ, ഈശ്മിശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, എന്താ വന്ന കാലിൽ തന്നെ നിക്കുന്നേ? ഇരിക്ക. ആ, അപ്പൊ ഇതല്ലേ കുഞ്ഞച്ചന്റെ കുടുംബം? അതെ അച്ഛോ, ഇതാണ് എന്റെ ഭാര്യ. പിന്നെ ഇവരൊക്കെ എന്റെ മക്കളാ. അപ്പോ കുഞ്ഞച്ചന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ? അയ്യോ, അച്ഛനൊരു ദിവ്യ ജ്ഞാനി തന്നെ. എങ്ങനെ മനസ്സിലായി എനിക്ക് പണിയൊന്നും ഇല്ലാന്ന്? അത് ഈ പിള്ളേരെ കണ്ടപ്പോ മനസ്സിലായി. അല്ല, അപ്പൊ ഇതാരാ? അയ്യോ, ഇതെന്റെ അമ്മ. ആ, അമ്മാമ്മക്ക് എത്ര പിള്ളേരാ? ദൈവം സഹായിച്ച് എനിക്ക് ആകെ 13 മക്കളുള്ളൂ. 13 ഉള്ളോന്നോ? കർത്താവിന് പോലും 12 ശിഷ്യന്മാരുണ്ടായിരുന്നുള്ളൂ. എല്ലാം ദൈവത്തിന്റെ കൃപ. എടി ശോശാമേ, വീട്ടിലൊരു അതിഥി വന്ന സൽക്കരിക്കാൻ അറിയില്ലേടി? ഓ, ഈ തള്ളനെ കൊണ്ട് തോച്ചു. മിണ്ടാതെ മൂലയ്ക്ക് കണ്ടിരുന്നാ പോരെ. അമ്മച്ചി, അച്ഛൻ എന്താ വെച്ചാ കൊടുക്ക്. കള്ളോ കൊഞ്ചോ കപ്പിയോ കരിമീനോ? നല്ല ബെസ്റ്റ് ഫാമിലി. അല്ല കുഞ്ഞച്ച, ഞായറാഴ്ച പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഓ, പറയണ കേട്ടാ തോന്നും എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടെന്ന്. അമ്മാമ്മയ്ക്ക് വരുന്ന നേർവഴിക്ക് നയിച്ചൂടെ? കുഞ്ഞച്ചോ, പറയണമെന്നൊന്നും തോന്നരുത്. ഈ വീട്ടിലെ ഒരു ദുഷ്ടശക്തി ഉണ്ട്. ഒന്നല്ലച്ചോ, ഇവിടെ 5 എണ്ണുണ്ട്. അയ്യോ, നിന്നെ കണ്ടില്ലാട്ടാ. 6 എണ്ണുണ്ട് അച്ചോ, 6 എണ്ണം. എന്റെ പൊന്നച്ചോ, ഈ തന്തി ഈ കുടുംബത്തെ ഏറ്റവും വലിയ സാധാരണ. അപ്പനോടാണോടാ തറുതല പറയണത്? ഓ, പിന്നെ ഒരു അപ്പൻ. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അച്ഛോ. ഇതൊക്കെ അമ്മമാർ വളർത്തിയതിന്റെ ഗുണ. അപ്പൊ അമ്മ വളർത്തിയതിന്റെ ഗുണം കൊണ്ടായിരിക്കുമല്ലേ ഒരാളിവിടെ പണിക്കും പോവാണ്ട് വീട്ടിലിരിക്കുന്നു. അമ്മ മാത്രല്ല അമ്മാമ്മേ, ഒരു കുടുംബം നന്നാവണമെങ്കിൽ അമ്മയും അപ്പനും അമ്മാമ്മയും എല്ലാവരും വിചാരിക്കണം. അല്ല ബെൻകുട്ടനെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ. അച്ഛാ, പള്ളിയിൽ വരാനൊന്നും ഒരു വൈബ് സെറ്റ് ആവണില്ല. അല്ലടാ, നിനക്കൊക്കെ വേണ്ടി ഞാൻ നാളെ തൊട്ട് DJ കുർബാന ചെല്ലാം. മോള് പണ്ട് ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ? ഇപ്പൊ എന്താ പള്ളിക്കൊന്നും വരാത്തെ? അതെങ്ങനെയാ അച്ഛാ? ഇവർക്ക് റീൽസ് എടുക്കാനല്ലേ സമയമുള്ളൂ. നീ ഒന്ന് പോയിടി. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ജോസ് മോൻ എന്നാ അവസാനമായിട്ട് പള്ളി വന്ന്?
കഴിഞ്ഞ ശ്രാദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ബീഫും കായും. എടാ പീറ്ററെ, നീ അൾത്താർ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ഇപ്പൊ എന്താ ഇതിന്നൊക്കെ പോന്നേ? അച്ഛൻ അറിയണോ? അറിയണ അച്ഛന്? അച്ഛ ഇപ്പൊ അവനിട്ട് മിണ്ടണ്ട, അവൻ വേറെ ലോകത്താ. നിങ്ങളുടെ കുടുംബത്തിന്റെ ഏകദേശം അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. ദൈവം നിങ്ങൾക്ക് ധാരാളം മക്കളെ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ ആ മക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അച്ഛനെന്താ ഇവിടെ? എനിക്കറിയാൻ പാടില്ല എന്റെ സാറേ, ഒന്ന് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞ് കയറി വന്നതാ ഈ അച്ഛൻ. എന്റെ പൊന്നമ്മേ, പോലീസ് വരുമ്പോഴെങ്കിലും ഞങ്ങള് നാണം കെടുത്താതിരുന്നൂടെ? ഒന്ന് വെഞ്ചരിക്കാൻ വന്നാ സാറേ, ഇവരുടെ കൂടെ കൂടിയപ്പോ എന്നെ വെഞ്ചരിക്കേണ്ട അവസ്ഥയായി. അല്ല സാറെന്താ ഇവിടെ? ഞാന് ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാ. അല്ലപ്പോ എല്ലാവരും എന്താ എന്നെ നോക്കണേ? നിങ്ങളെല്ലാവരെയും ഉണ്ടാക്കിയെന്നൊരൊറ്റ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ സാറേ പ്രശ്നം? അതിന് നീ ഏതറാ? അങ്ങ് മാറി നിക്കടാ. നിങ്ങളുടെ മകന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. കോൺസ്റ്റബിൾ, ആ ബാഗ് കൊണ്ടുവരൂ. എത്ര നാളാണ് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? ഇവനെന്താ പറ്റിയേ? ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതേ കഞ്ചാവ്. കഞ്ചാവാ? ഇവനെ ഞാനങ്ങ് കൊണ്ടുപോവാ. സാറേ, പീറ്ററിനൊരു കയ്യബദ്ധം പറ്റിയതാ. ഇപ്രാവശ്യത്തേക്ക് കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? അമ്മ എന്തിവിടെ നടക്കുന്നേ? എനിക്കറിയില്ല മക്കളെ. സാറേ ഇവനൊരു തെറ്റു പറ്റിയതാ സാറേ, ഒന്ന് ക്ഷമിച്ചൂടെ സാറേ? തെറ്റോ? ഇവൻ കാരണം ഈ നാട്ടിലുള്ള പിള്ളേരെല്ലാവരും നശിച്ചു. ഇനി ഇവനെ കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി. നടക്കണം അങ്ങോട്ട്. ദൈവമേ, എന്റെ മോൻ. കുഞ്ഞച്ച, ഇപ്പോഴല്ല ദൈവത്തെ വിളിക്കേണ്ടത്. മക്കളെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. സഭയുടെ അടിസ്ഥാനമാണ് കുടുംബം. കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ എല്ലാം പഠിക്കേണ്ടത്. കുടുംബ പ്രാർത്ഥനയുള്ള ഒരു കുടുംബം പോലും ശിഥിലമാവില്ല കുഞ്ഞച്ച. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കണം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിലും വരണം. അച്ഛാ, ഈ ഒരു തവണത്തേക്ക് കുഞ്ഞച്ഛനോടൊന്ന് ക്ഷമിക്കണം. കുഞ്ഞച്ഛനും ശോശാമയ്ക്കൊരു തെറ്റുപറ്റി. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ദൈവവിശ്വാസത്തിൽ തന്നെ വളർത്തും. നാളെ മുതൽ ഞങ്ങൾ പള്ളിയിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങൾ പങ്കുകൊള്ളും. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും സമാധാനത്തിൽ പോയിക്കൊള്ളുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം.